200 ക്രോസ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം ഡൽഹി ആയാലും മഹാരാഷ്ട്ര ആയാലും ഹരിയാന ആയാലും ഇവിടെ എല്ലാം നമ്മൾ കണ്ടത് ഒരു കാര്യം, BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളാണ് ഇവിടെ എല്ലാം ലഭിച്ചത്. ഇവിടെയും NDAയുടെ ഏറ്റവും വലിയ വിജയം. BJPയും കണ്ടസ്റ്റ് ചെയ്ത 101 സീറ്റിൽ ഏകദേശം 80 സീറ്റിൽ വിജയിക്കുകയാണ്. ഇതിനേക്കാളും വലിയൊരു വിജയം ഇത്തവണ ബീഹാറിൽ ഉണ്ടാവുമെന്നാണോ കരുതുന്നത്? ഏകദേശം 12% വോട്ട് ശതമാനം വ്യത്യാസമുണ്ട് നമ്മൾ മറ്റു മുന്നണിയുമായിട്ട്. അതായത് വലിയൊരു വിജയം തന്നെയാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറമൊന്നും പറയാൻ സാധിക്കില്ല. കാര്യം ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഈ തെരഞ്ഞെടുപ്പിന് പോയപ്പോഴും 243 എല്ലാ സീറ്റിലും വിജയ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ പോയത്. അതിൽ ഏകദേശം 80% സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻഫറൻസ്, അതായത് ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പം RJDയുടെ പാർട്ടിയുടെ പ്രകടനം തന്നെ വളരെ മോശമാണ്. അപ്പോൾ കോൺഗ്രസിന് സിംഗിൾ ഡിജിറ്റാണ്. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണെന്ന് ബീഹാറിൽ നടന്നിരിക്കുന്നത്. മഹാസഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ ഈ സഖ്യത്തിനുള്ളിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണോ അവരെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ? ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് അല്ലേ. ഇപ്പോൾ ഡൽഹിയിലായാലും മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും ഒരുവിധം എല്ലായിടത്തും നമ്മൾ കാണുന്നത് കോൺഗ്രസ് പാർട്ടി ഇന്ന് ജനങ്ങൾ അവരെ തിരസ്കരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യവും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അവർ ഇപ്പം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും ഇലക്ടറൽ റൂളിനെ കുറിച്ചും SIRനെ കുറിച്ചും വോട്ട് ചോരിയും എല്ലാം ജനങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചു. അതായത് കോൺഗ്രസിന്റെ 75 വർഷത്തിൽ കൂടുതലുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഈ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവിടുത്തെ ബീഹാറിലെ ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവർ പറയുന്നത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കാര്യം ജനങ്ങൾക്ക് ഇന്ന് വേണ്ടത് വികസനമാണ്. അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഇപ്പം അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് വേണം, തൊഴിലവസരങ്ങൾ വേണം. ഇപ്പം ശ്രീ തേജസ്വി യാദവ് അദ്ദേഹം ജനങ്ങൾക്ക്, ബീഹാറിലെ ജനങ്ങൾക്ക് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. അതായത് അദ്ദേഹം തിരിച്ചു വന്നാൽ എല്ലാ വീട്ടിലും ഒരു ഗവൺമെൻറ് ജോലി കൊടുക്കുമെന്നുള്ളത്. പക്ഷേ ഇത് 50 വർഷമായിട്ട് ഇവരെല്ലാം ഉണ്ടായിട്ടും എല്ലാ വീട്ടിലും പോയിട്ട് എല്ലാ ഗ്രാമത്തിലും പോലും അവർക്ക് തൊഴിലുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അത് കാരണം തന്നെയാണ് ഇന്ന് ശ്രീ തേജസ്വി യാദവ് തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ട്രെയിൽ ചെയ്യുകയാണ്. കാര്യം ഇന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു മുന്നണിയും പാർട്ടിയും BJPയും NDAയും ആണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട്. ജനങ്ങൾ BJPക്ക് ഒപ്പമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 2024 ഇന്ത്യയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു മുന്നണി മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചു വന്നത്. തേജസ്വിയുടെ അവസ്ഥ രഘുപൂരിൽ കുറച്ചുകൂടി കഷ്ടമാണെന്ന് തോന്നുന്നു. അവിടെ പിന്നെയും പിന്നെയും മുന്നോട്ട് പോവുകയാണ്. എന്നാൽ 2015 22,733 വോട്ട് ഭൂരിപക്ഷം 2020 32,000 ഉയർത്തിയതാണ് തേജസ്വി. ഹാട്രിക് ലക്ഷ്യം. ഇതിനിടയിലെ ഒരു കമന്റ്, പ്രേക്ഷകർ സമ്മാനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കണമല്ലോ, നമുക്കതൊന്നും അറിയത്തില്ല. ലീല പറയുന്നു, കാര്യം പറയുമ്പോൾ കളിയാക്കുന്ന കച്ചറകളുടെ ലക്ഷണമാണ്. അറിയില്ല ഈ കച്ചറ നമ്മളെ ഉദ്ദേശിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വ്യക്തത വരുത്തണം. നമ്മളാണെങ്കിൽ നമ്മളത് കേൾക്കാനൊന്നുമില്ല, കുഴപ്പമില്ല. പക്ഷെ ഒരു കച്ചറ ഇടപെടായി കച്ചറ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, അതിന്റെ അർത്ഥവും നമുക്ക് അറിയത്തില്ല. ഒരു കണണ്ട്രം ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം തെറി വിളിച്ചാലും നേരെ തെറി വിളിക്കും. എന്നാൽ അതാണ് നമുക്ക് ഇഷ്ടം അല്ലേ? നേരെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ കോൺഗ്രസും CPM-ലും തമ്മിൽ അവിടെ മത്സരിക്കുന്നുണ്ട്. 6 സീറ്റ് കോൺഗ്രസിന്, 6 സീറ്റ് CPM-ല്. ഇപ്പോൾ ഒരു സന്തോഷകരമായ വാർത്ത, CPI-ക്കും ഒരു സീറ്റുണ്ട്. അതെ, അവിടെ CPM-ഉം CPM തമ്മിൽ മത്സരിക്കുക. 1-1. ആശ്വാസത്തിന് വകയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞല്ലോ, പറയാം. ഇന്ത്യ 5-2. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.